റിട്ടേൺ ടു ബി ടുഗദർ സീസൺ 1 കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ആദ്യം അത് പോയി കണ്ടിട്ട് ഇത് കാണാവൂ. ഓ, സ്വപ്നമായിരുന്നു. ആരായി രാത്രി കിടന്നിങ്ങനെ വിളിക്കുന്നത്? ഹലോ സ്റ്റെർലിന് മോനെ, എന്താടാ? ഹലോ അമ്മ എന്തെടുക്കുക? വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് ചോദിക്കാൻ പറ്റിയ ചോദ്യം. ഹലോ അമ്മ, യുദ്ധ? മോനെ, അമ്മയുടെ തുണി അലക്കുമായിരുന്നു. മോൻ എന്തെടുക്കുമായിരുന്നു? ഇപ്പോഴോ? അപ്പൊ അമ്മ ഉറങ്ങിയില്ലേ? അപ്പൊ നിനക്കറിയാം ഈ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് സാധാരണ ആൾക്കാരെന്തോ ചെയ്യുന്നേന്ന്. എന്നിട്ടാണോ നീ എന്നോട് ചോദിച്ചത് ഞാൻ എന്തോ എടുക്കുവാന്ന്? എന്താ ചെക്ക, എന്തിനാ നീ വിളിച്ചേ? അത് ഞാൻ അമ്മയെ സ്വപ്നം കണ്ട് എഴുന്നേറ്റു. അപ്പം പെട്ടെന്ന് എനിക്ക് അമ്മയെ മിസ് ചെയ്തു, അതാ വിളിച്ചേ. ഓ, അതായിരുന്നോ? എന്താ നീ കണ്ടേ? അത് ഓർമ്മയില്ല. അമ്മ എന്നാ കിടന്നോ, ഞാൻ പിന്നെ നാളെ വിളിക്കാം. എന്നാ നീയും പോയി കിടന്നോ. പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. ഇനി അത് ആലോചിച്ചുകൊണ്ടിരിക്കണ്ട. ശരി എന്നാ. പകലെന്നോ രാത്രിയെന്നോ ഇല്ല, യഥാസമയം ഉറക്കം. എന്നാ ഇവിടെ ഞാൻ ദുസ്വപ്നം കണ്ട് ഉറക്കവും പോയി ഇരിക്കുമ്പം കുറച്ച് വെള്ളം വേണോ, എന്തെങ്കിലും ഒന്ന് ചോദിക്കാലോ. പൂച്ചതലയാ, എഴുന്നേക്കടാ. എന്താടാ നിനക്ക് മനസ്സമ്മതമായിട്ട് ഉറങ്ങാനും സമ്മതിക്കത്തില്ല മനുഷ്യനെ? അതെനിക്ക് ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് നീ ഉറങ്ങണ്ട. നിനക്ക് ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ എന്തിനാ ഉറങ്ങാതിരിക്കണം? എനിക്ക് ഉറക്കം വരുന്നു. അങ്ങനെ ഇപ്പൊ നീ ഒറ്റയ്ക്ക് ഉറങ്ങി സൂഹിക്കണ്ട. നീ ഉറങ്ങുന്നില്ല, അത്ര തന്നെ. പണ്ടാരം പിടിക്കാൻ. എനിക്ക് അമ്മയും അപ്പയും മിസ് ചെയ്യുന്നു. നമുക്ക് നാളെ വീട്ടിലോട്ട് പോയാലോ? അതായിരുന്നു നിന്റെ പ്രശ്നം. അതൊക്കെ പറയണ്ടേ, നമുക്ക് പോകാലോ. എന്തായാലും എഴുന്നേറ്റ സ്ഥിതിക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ പുന്നാരമോൻ തിരിഞ്ഞു കിടന്ന് ഉറങ്ങിക്കോ. എന്താ നോക്കുന്നേ? ടോപ്പൊക്കെ അടിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുമോ? അതിന് സ്റ്റാമിന വേണം. എനിക്കെത്ര സ്റ്റാമിന ഉണ്ടെന്നൊക്കെ ഞാൻ പ്രൂവ് ചെയ്ത് തരാം. പിന്നെ അവസാനം ഇരുന്ന് കരയല്ല. എനിക്കത്രേ ഉള്ളു പറയാൻ. ഇനി കടന്ന് ഉറങ്ങാൻ നോക്ക് പൊന്നുമോൻ, ഇല്ലെങ്കിൽ റൗണ്ട്സിന്റെ എണ്ണമൊക്കെ കൂടും. കർത്താവേ, മൂർഖം പമ്പിനുള്ള ചവിട്ടിയെ. ഉറങ്ങിയ പോലെ അഭിനയിക്കാം, ഇല്ലെങ്കിൽ എൻ്റെ ശരീരത്തിനാവും കേട്. അപ്പ ഞങ്ങൾ സ്റ്റെർലിന്റെ വീട്ടിലോട്ട് പോവാ. 2 ദിവസം സ്റ്റേ ചെയ്തിട്ടേ വരൂ. അതുകൊണ്ട് ഞങ്ങൾ 2 ദിവസത്തേക്ക് ലീവും കൂടെ എടുക്കുവാണേ. ആടാ, നിങ്ങൾ പോയിട്ട് വാ. ഓഫീസിലെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ നീ ഓക്കെ അല്ലേടാ? രാവിലെ മുതൽ ഒരുമാതിരി താറ നടക്കുന്നോട്ടുള്ളൂ നീ നടക്കുന്നേ. എനിക്കൊരു കുഴപ്പമില്ല. ഇങ്ങോട്ട് വന്നേ നീ. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. അരെ ഓക്കെ ബേബി. മിണ്ടല് നീ. ഇങ്ങോട്ട് വായടച്ച് നടന്നോണം. നിനക്ക് പെട്ടെന്ന് എന്താ വീട്ടിൽ പോകണമെന്നൊക്കെ ഒരു തോന്നല്? നീ എന്തെങ്കിലും ദുസ്വപ്നം എന്നല്ല കണ്ടോ?
കണ്ടു. അമ്മയ്ക്കെന്തോ ആക്സിഡൻ്റ് ആവുന്നതായിട്ട്. അതെനിക്ക് തോന്നി. പോട്ടെ, സാരമില്ല. അത് വേറൊരു സ്വപ്നമല്ലായിരുന്നോ? നമുക്ക് 2-3 ദിവസം അവരുടെ കൂടെ നിൽക്കണം. അതിനെന്താ, നിൽക്കാമല്ലോ. നമുക്ക് 3-4 ദിവസം നിന്നിട്ട് വന്നാൽ മതി. എൻ്റെ പൊന്നു മാച്ച, നീയും സ്റ്റെർലിനും ഇല്ലാത്തതുകൊണ്ട് ഒരു രസവും ഇല്ലേ കമ്പനിയിൽ. ഞാൻ എങ്ങനെ ഓരോ ദിവസം തെള്ളി നിൽക്കുന്നതെന്ന് എനിക്കറിയാം. പോരാത്തതിന് നീയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം എനിക്കാ മൊത്തം വർക്ക് പ്രഷർ, അറിയാവോ? പെട്ടെന്ന് വരാൻ നോക്കണേടാ. അതിന് ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. എന്തായാലും 2-3 ദിവസം ഇവിടെ നിൽക്കും. എന്തായാലും പെട്ടെന്ന് വരാൻ നോക്കും നിങ്ങൾ. അല്ല, സ്റ്റെർലിൻ എന്തേ, അവൻ ഹാപ്പിയാണോ? അവൻ ഹാപ്പി തന്നെ. അമ്മയുടെ അപ്പയുടെയും കൂടെ ഫുൾ ചില്ലിങ്. ഇപ്പം ഇവിടെ വന്നിട്ട് അവൻ എന്നെ വേണ്ട. അത് പിന്നെ സ്വാഭാവികമാണല്ലോ. എന്നാ ശരിയടാ, ഞാൻ പോന്നു. കുറച്ച് പണിയുണ്ട് ചെയ്യാൻ. ഹലോ സാർ, എന്താ ഈ സമയത്ത്? എന്തെങ്കിലും എമർജൻസി ഉണ്ടോ? ഇല്ല സാർ, ആ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. നാളെ ആക്കുമെന്നാ പറഞ്ഞേ. ഓക്കെ സാർ, നാളെ തന്നെ അത് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാം. മാച്ചി എന്താ ഇവിടെ? അവൻ ജോസഫ് അങ്കിളിന്റെ വീട്ടിൽ പോയേക്കുമല്ലേ? അവിടുന്ന് ഇവിടം വരെ ഡ്രൈവ് ചെയ്യാൻ 3 മണിക്കൂർ എടുക്കില്ലേ? അവനെന്തിനാ ഇവിടെ വന്നേ? ഇതെവിടെ പോയി? ഇപ്പൊ ഇവിടെ കണ്ടയാണല്ലോ. ഇനി എനിക്ക് തോന്നിയാണോ? മാച്ചിയുടെ അസുഖം എനിക്കും തുടങ്ങിയാ? അവനെ ഒന്ന് വിളിച്ചു നോക്കാം. ഡാ, നീ എവിടാ? എന്താടാ, നിനക്കിപ്പോ ഞാനില്ല ജീവിക്കാതെ പറ്റാതായോ? ഞാൻ വീട്ടിലുണ്ട്. എന്താ? എടാ, നിന്നെ പോലെ ഒരാളെ ഞാനിവിടെ ബി മാളി വെച്ച് കണ്ട്. നിന്നെ പോലെ തന്നെ നിനക്കൊരു ഇരട്ട സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും അതുകൂട്ടൊരുത്തൻ. ഈ ഭൂമിയിൽ ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ പറയുന്നേ? അതുകൂട്ട് എന്നെ പോലെ ഇരിക്കുന്ന 2ാമത്തെ ആളായിരിക്കും അത്. നീ ശരിക്കും ജോസഫ് അങ്കിളുടെ വീട്ടിൽ തന്നെയല്ലേ? പിന്നല്ല, ഞാനെവിടെ? നീ എന്തായാലും വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും, മാളി കറങ്ങി അടിച്ച് നടക്കാതെ. നിനക്ക് നല്ല ഉറക്കക്കുറവുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ പോവാണെങ്കിൽ നീ മിക്കവാറും നിന്റെ ചത്തുപോയ അമ്മുമ്മ വരെ കാണും. നീ വീട്ടിൽ പോവാൻ നോക്കി ചെക്ക. അല്ല, ഞാൻ കണ്ടയാ. കട്ടാക്കിയോ? വീട്ടിൽ പോവാൻ നോക്കാം. ഇങ്ങനെയാണെ ഞാനില്ലട്ടോ കളിക്കാൻ. അയ്യേ, പേടങ്ങി പോവല്ലേ. സ്റ്റെലിനെ വാ, പെട്ടെന്ന് വാ. പതുക്കെ ഓടും മാച്ചാ, താഴെ വീഴും നീ. നീ ഇങ്ങോട്ട് വാ, ഞാൻ വീഴൂല. ഇന്നലെ നീ ഇങ്ങനെ പറഞ്ഞ, എന്നിട്ട് വീണില്ലേ? നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, നീ എന്റെയാ. എന്താ സ്റ്റെലിനെ, എന്തേറ്റി? ഒന്നുമില്ല, എന്താ സ്വപ്നം കണ്ടേ? ഈ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേക്കുന്ന ഇപ്പൊ സ്ഥിരമായല്ലോ. നീ ഇരിക്ക്, വെള്ളം വല്ലതും വേണോ? വേണ്ട, ഞാൻ ഓക്കെയാ. എന്നാ വാ കിടക്കാം. ആവശ്യമില്ലാത്ത ആലോചിച്ച് കിടക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്കട്ടോ. മച്ച, ഞാൻ അമ്മയുടെ അപ്പയുടെ മോൻ തന്നെയാണോ? അതെന്താ നീ അങ്ങനെ ചോദിച്ച്? ഒന്നുമില്ല, നീ ഉറങ്ങിക്കോ. രാവിലെ തന്നെ നല്ല മണമാണല്ലോ വരുന്നത്. അല്ലേലും ഇവിടെ മനുഷ്യൻ ഡയറ്റ് നോക്കാന്ന് വിചാരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കും. അപ്പം മുട്ടക്കറിയോ? എൻ്റെ ഫേവറേറ്റ്. അപ്പം എൻ്റെ ഡയറ്റോ? തീറ്റി ഉണ്ടല്ലോ, ദുഷ്ടൻ. നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ഉണ്ടെങ്കിൽ നീ എന്താ ഇവിടെ കറങ്ങി അടിച്ച് കിടക്കുന്നേ? നീയല്ലേ പറഞ്ഞേ ഡയറ്റ് ആണെന്ന്? ഞാനോ? ഡയറ്റോ? എപ്പം പറഞ്ഞ? ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. മതി അഭിനയിച്ചായിരുന്നു, കഴിക്കാൻ നോക്ക്. എന്തിനാ ആവശ്യമില്ലാത്ത ഡയറ്റും കാര്യങ്ങളൊക്കെ? നീ ഓൾറെഡി ഫിറ്റ് അല്ലേ? ഇഷ്ടമുള്ളതൊക്കെ തിന്നാൻ നോക്ക്. ഇതാര്? ഇന്നലെ രാത്രി ആരോ ഡയറ്റാന്നൊക്കെ പറയുന്നേട്ടല്ലോ. അതൊക്കെ രാജിവെച്ചാ? ശാപത്തി കുത്താതമ്മേ. അപ്പോഴേ എനിക്കറിയായിരുന്നു നീ അപ്പം മുട്ടക്കറിയിലും ഫ്ലാറ്റ് ആവുന്നു. അതുകൊണ്ടാ ഇന്ന് അപ്പം മുട്ടക്കറി തന്നെ വെച്ചേ. അപ്പൊ ഇത് ഫുഡ് ട്രാപ്പ് ആയിരുന്നല്ലേ? ഞാനിതിൽ വീഴുമെന്ന് അമ്മയ്ക്ക് നല്ലോണം അറിയായിരുന്നു. അപ്പം എന്റെ ഡയറ്റ്. പിന്നെ അവൻ്റെ ഒരു ഡയറ്റ് ഇത് മൊത്തം കഴിച്ചിട്ട് ഇവിടെ എഴുന്നേക്കാവും. അല്ലേലും ഡയറ്റൊക്കെ ഞാൻ വിട്ടു.
ആ ഇതാര് സ്റ്റെർലിനോ? കുറെ നാളായല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. എങ്ങനെ പോന്നു പുതിയ ജീവിതമൊക്കെ പാർട്ട്ണറിന്റെ കൂടെ? ഇങ്ങനെ പോന്നു, രണ്ടുപേരും ഹാപ്പി. പിന്നെ സംതിങ്സ് ആർ ബോദറിങ് മീ ടു മച്ച്. ദെൻ ടെൽ മീ വാട്ട് ഇറ്റ് ഈസ്. നിങ്ങളുടെ പ്രോബ്ലം കേൾക്കാനാണല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പം ഒരു ഓർഫണേജിനെ പറ്റി പറഞ്ഞല്ലേ, അത് തന്നെ കാരണം. ആ ഓർഫണേജ് ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പം എന്തോ ഒരു വിഷൻ പോലെ, ലൈക്ക് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിപ്പം റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി. ആ ഓർഫണേജ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് സ്വപ്നം കാണുന്നതിൽ എനിക്കെന്തോ ചുമ്മാ അത് വെറുതെ കാണുന്ന ഞാൻ തോന്നുന്നില്ല. എന്തോ ആ ഓർഫണേജായിട്ട് ഞാൻ കണക്റ്റഡ് ആണെന്നൊരു ഫീല്. ടെൽ മീ മോർ അബൌട്ട് യുവർ ഡ്രീം. ഒരു ഓർഫനേജ്, അവിടെ ഞാനും മാച്ചയും പിന്നെ കുറെ കുട്ടികളും. അത് ഞാനും മാച്ചയാന്ന് എനിക്ക് മനസ്സിലായത് അതിൽ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്. പല പല ടൈം ലൈനിലുള്ള വിഷൻ എനിക്ക് വരുന്നത്. ഒരു 5-6 വയസ്സുള്ള ഞങ്ങള് കളിക്കുന്നു, ഞാൻ അവനെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്, അവനും എന്നെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്. പിന്നെ കാണുന്ന ഒരു 10 വയസ്സുള്ള ഞങ്ങളാ, അതിലും മാച്ച എന്നോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് അവിടെ പോകുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ കോളേജ് ടൈമിൽ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ, അതും ഇങ്ങനെ കാണുന്നുണ്ട്. ഇതൊക്കെ കണക്ട് ചെയ്ത് നോക്കിയപ്പം എനിക്ക് ചെറിയ ഡൗട്ടൊക്കെ ഉണ്ട്. എന്ത് ഡൗട്ടാണ് സ്റ്റെർലിൻ? പറയൂ കേക്കട്ടെ. ഒരുപക്ഷെ ഞാൻ ഈ കാണുന്നതൊക്കെ സത്യമാണെങ്കിലോ, എന്നെ അമ്മയും അപ്പയും അഡോപ്റ്റ് ചെയ്തായിരിക്കും ഇനിയും. അന്ന് ആ ആക്സിഡന്റിൽ എനിക്ക് കുറച്ച് മെമ്മറി ലോസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ അതോടുകൂടി മറന്നു. ഇനി അമ്മയും അപ്പയും എന്നെ അഡോപ്റ്റ് ചെയ്താണെങ്കിൽ ഞാൻ അങ്ങനെ മറന്നുപോയതാണെങ്കിലോ? സ്റ്റെർലിൻ ആ പറഞ്ഞതിൽ കാര്യമില്ലാണ്ടില്ല. കാരണം ചുമ്മാ അതിങ്ങനെ ഒരു വിഷം വരാനൊരു സാധ്യതയില്ല. സ്റ്റെർലിൻ ഇങ്ങനെ ഒരു വിഷം കാണുന്നുണ്ടെങ്കിൽ ഇതിനെന്തെങ്കിലും സത്യം ഉണ്ടാവാതിരിക്കില്ല. സോ ഐ തിങ്ക് യു ഷുഡ് ടോക്ക് ടു യുവർ പേരൻസ്. ടീന പറഞ്ഞ ശരിയാ, ഞാൻ അവരോട് സംസാരിക്കണം. ടു ബി ഓണസ്റ്റ്, സംസാരിക്കാനൊന്നുമില്ല. എനിക്കറിയാം ഞാൻ അവരുടെ മോനല്ലെന്ന്. എന്നെ ദത്തെടുത്തത് തന്നെ. ഞാനിത് അമ്മയോടും അപ്പയോടും മനഃപൂർവ്വം ചോദിക്കാത്തത് തന്നെ. അവരുടെ വായിന്ന് ഞാൻ അഡോപ്റ്റഡാന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോയെന്നറിയില്ല. ഏയ് സ്റ്റെർലിനെ, നീ അങ്ങനെ ചിന്തിക്കാതെ. നിന്റെ പേരൻസ് നിനക്ക് നല്ലൊരു മാതാപിതാക്കളായിരുന്നു അല്ലേ? ഇനിയിപ്പം നിന്റെ അസംഷനൊക്കെ കറക്റ്റ് ആണെങ്കിൽ തന്നെ നിന്റെ അമ്മയും അപ്പയും നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാ നിന്നോട് അതൊന്നും പറയാതെ നിന്നെ വളർത്തിയത്. ഇനി എന്തൊക്കെ ആയാലും അവര് നിന്റെ പേരൻസുമാണ്, നീ അവരുടെ മകനുമാണ്. അതെ, എന്നാ ശരി ടീന, ഞാൻ ഇറങ്ങുക. എന്താ സ്റ്റെർലിനെ, നിനക്കെന്താ പറയാനുള്ളേ? എന്ത് പറ്റിയടാ? മാച്ചിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ലപ്പാ, മാച്ചിയായിട്ടൊരു പ്രശ്നവുമില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി, അത് നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. എന്ത് പറ്റിയടാ? നീ പറ. അമ്മേ അപ്പ, ഞാൻ അഡോപ്റ്റഡാന്ന് എനിക്ക് മനസ്സിലായി. നീ എന്തോ ഈ പറയുന്നേ? അതങ്ങനൊന്നും അല്ല. വേണ്ട അമ്മേ, എന്തിനാ കള്ളം പറയുന്നേ? എനിക്കെല്ലാം മനസ്സിലായി. എടാ മോന് സ്റ്റെർലിനെ. വേണ്ട നന്ദിനി, അവനോട് ഇനി കള്ളം പറയണ്ട. സ്റ്റെർലിനെ, നീ പറഞ്ഞ സത്യമാണ്. നിന്നെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തത് തന്നെ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാണ് നന്ദിനിക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് അവൾക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ലെന്ന് ഞങ്ങളെ മനസ്സിലാക്കിയത്. അങ്ങനെ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയപ്പം ഞങ്ങൾ അഡോപ്ഷനുമായിട്ട് മുന്നോട്ട് പോയി. ഒരു ഓർഫനേജിൽ പോയി അവിടെ വെച്ച് ഞങ്ങൾക്ക് നിന്നെ കിട്ടി. എന്നും പറഞ്ഞ് നീ ഞങ്ങളുടെ മോനാവാതൊന്നും ഇരിക്കുന്നില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ ഞങ്ങളുടെ മോൻ തന്നെ. വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ എന്തിനാ? ഇപ്പൊ ഇതും പൊക്കി പിടിച്ച് വരേണ്ട ആവശ്യം എന്തായിരുന്നു? അവന് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, അത് നമ്മൾ തീർത്തു കൊടുത്തു. ഇനി ഈ ടോപ്പിക് ഇവിടെ വിടാം. നീ ഇനി ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിച്ചു കൂട്ടണ്ട. കേട്ടല്ലോ സ്റ്റെർലിനെ? കേട്ടു. ഇനി എന്തൊക്കെയായാലും നിങ്ങൾ എൻ്റെ അമ്മയും അപ്പയും തന്നെ. അതല്ലേലും ആണ്, അതിനി ഒരു മാറ്റവും വരില്ല. ആ ആക്സിഡന്റില് അപ്പം ഞാനെല്ലാം മറന്നുപോയതാണോ? അതെ, നിനക്കിതെല്ലാം അറിയാവുന്ന കാര്യം തന്നെ ആയിരുന്നു. നിനക്ക് ആക്സിഡന്റ് ഉണ്ടായപ്പം നീ ചില കാര്യങ്ങളൊക്കെ മറന്നു, എസ്പെഷ്യലി കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ നിന്നെ അഡോപ്റ്റ് ചെയ്താണെന്നും നീ മറന്നു. അമ്മയപ്പം പിന്നെന്താ അതെന്നോട് പറയാഞ്ഞേ? നിന്നെ ഞങ്ങൾ ദത്തെടുത്തതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. നീ ഞങ്ങളുടെ മോൻ തന്നെ. പിന്നെ നീ ആ ആക്സിഡന്റിൽ അതൊക്കെ മറന്ന സ്ഥിതിക്ക് അത് നിന്നെ ഓർമ്മിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. ഇനി നീ ഇതും ആലോചിച്ചോണ്ടിരിക്കണ്ട. നീ ഞങ്ങളുടെ മോനാന്നുള്ള കാര്യം അത് മാറാൻ പോകുന്നില്ല. അത് തന്നെ. ഇനി നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ചെറുക്ക. മാച്ചി തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ചെന്ന് അടക്കാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ശരി എന്നാ അമ്മയപ്പ, ഗുഡ് നൈറ്റ്. നിങ്ങളും പോയി കിടന്നുറങ്ങിക്കോ. ഇതങ്ങ് മറന്നേരെ. എന്തൊക്കെ ഉണ്ടായാലും നമ്മുടെ 3 പേരുടെയും ബോണ്ടിന് ഒരു മാറ്റം ഉണ്ടാവില്ല.
അപ്പം ഡാനി സാറും ലുക്ക് സാറും അല്ലേ അത് ചെയ്തത്? പിന്നെ ആരാ ചെയ്തേ? ആയിരുന്നെങ്കിൽ അങ്കിൾ ഇത്ര പെട്ടെന്ന് ഈ കേസ് വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവരല്ല ചെയ്തത്. ഇതറിഞ്ഞപ്പം നിന്നെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. നമ്മളെല്ലാരും വിചാരിച്ചത് അവര് ചെയ്തെന്നല്ലേ. എടാ നീ വെക്ക്, ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാവേ. അത് മാച്ച തന്നല്ലേ? ആണ്. അവന്റെ കൂടെയുള്ള ആ ലേഡി ആരാ? കണ്ടിട്ട് അവർക്കൊരു അത്യാവശ്യം 10-40 വയസ്സെങ്കിലും കാണാതിരിക്കത്തില്ല. ദൈവമേ, ഇനി ഇവൻ സ്റ്റെർലിനെ ചതിക്കുവാണോ? ഹീസ് വാച്ചിങ് അസ്. ലെറ്റ്സ് ഗോ. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. കാമപ്രാന്ത്. ഇവന് ആന്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നോ? ഇത് എത്ര പെട്ടെന്ന് അവിടെ പോയി? മാഞ്ഞു പോയോ? എന്തായാലും ഇത് സ്റ്റെർലിനെ അറിയിക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. മാച്ചയുടെ പോക്ക് അത്രയ്ക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താ പറ്റി? എന്താ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ്? ആര് വാച്ച് ചെയ്യുന്നെന്നാ പറഞ്ഞ നീ? ഹരി അവനെന്നെ കണ്ടു. ഇതിപ്പം 2ാമത്തെ പ്രാവശ്യമാണ്. 2ാമതും കൂടെ കണ്ടുകൊണ്ട് ഇനി അവനെൻ്റെ പുറകിനായിരിക്കും. എന്തായാലും അവർ നിൻ്റെ കാര്യം പൊക്കും. അതിനു മുന്നേ ചെന്നങ്ങ് പറഞ്ഞൂടെ? നോക്കട്ടെ ഇതോടം വരെ പോകുന്നു. ഈ ഹൈഡ് ആൻഡ് സിക്ക് ഗെയിമൊക്കെ ഒരു ഫണ്ണല്ലേ? എന്താന്ന് വെച്ചാൽ ചെയ്യ്. അനുസരണ പിന്നെ 7 പോയിട്ടില്ലല്ലോ. നീ ആയിരുന്നോ? എന്താടാ നീ വീട്ടിൽ പോയില്ലേ? സ്റ്റെർലിന് മാച്ചിക്ക് എന്തോ ചുറ്റിക്കളിയുണ്ട്. അവനെ ഞാൻ കുറച്ച് മുന്നേ നമ്മുടെ ബി മാളി വെച്ച് ഒരു പെണ്ണിന്റെ കൂടെ കണ്ട്. ബി മാളി വെച്ച് ഏതോ പെണ്ണിന്റെ കൂടെ എന്നെ കണ്ടെന്നോ? ഈ മല പോലെ നിൽക്കുന്ന എന്നെയോ? എന്താടാ നിനക്ക് വയ്യേ? നീ ബി മാളിലല്ലായിരുന്നോ? ഇവിടെ എങ്ങനെ വന്ന്? പറന്ന് വന്ന്. സ്പൈഡർമാൻ ആണല്ലോ ഞാനിപ്പം. നിന്നെ തന്നെ ഞാൻ കണ്ട. മാച്ച സത്യം പറഞ്ഞോ, ഏതാ പെണ്ണ്? ഏതവളുടെ കാര്യം നീ പറയുന്നേ? എൻ്റെ പൊന്നു കുഞ്ഞെ, ഓഫീസിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ സ്റ്റെർലിൻ്റെ കൂടെ വീട്ടിലോട്ട് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എങ്ങും പോയിട്ടില്ല. നീ അല്ലെങ്കിൽ അവനോട് ചോദിച്ചു നോക്ക്. സഞ്ജയ് മാച്ച പറഞ്ഞ ശരിയാ. ഞങ്ങൾ ഒരുമിച്ച് ഓഫീസിന് വീട്ടിലോട്ട് വന്നത്. അവനെങ്ങും ഇതിൻ്റെ ഇടയിൽ പോയിട്ടില്ല. എനിക്കറിയത്തില്ല എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. പക്ഷേ ഈ സിറ്റിയിൽ മാച്ചയെ പോലെ ഒരാൾ ചുറ്റി നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 പ്രാവശ്യം കണ്ടു. എന്നാലും ആരടാ അത് എന്നെ പോലെ ഇരിക്കുന്നത്? ദൈവത്തിനറിയാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനാ ഞാൻ വന്നത്. എന്തുവാടാ പറ. നമ്മളെല്ലാരും വിചാരിച്ചേക്കുന്നത് സെബാസ്റ്റ്യനെ തീർത്തത് ലുക്ക് സാറും ഡാനി സാറും എന്നല്ലേ? പക്ഷെ ആ ശരിക്കും അവരല്ല. അവരല്ലെന്നോ? അവരല്ലാതെ പിന്നെ ആര്? ദൈവത്തിനറിയാം. എന്തായാലും അവരല്ല. എന്താണ് ഇവിടെ ഒരു ചർച്ച? ഞങ്ങളെ പറ്റിയാൻ തോന്നല്ലോ. ഡാനി ലൂക്ക് എന്നൊക്കെ കേട്ടല്ലോ. ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് സാർ. കാര്യം ശരിയൊക്കെ തന്നെ. ഞങ്ങൾ അവനെ തീർക്കാനുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു. പക്ഷേ മാച്ച സേഫ് അല്ലെന്ന് അറിഞ്ഞപ്പം നിങ്ങൾ കേരളത്തിലോട്ട് മൂവ് ചെയ്ത പിറ്റേ ദിവസം തന്നെ ഞങ്ങളും കേരളത്തിലോട്ട് മൂവ് ചെയ്തായിരുന്നു. എന്നാലും സെബാസ്റ്റ്യനെ കൊന്നതാരായിരിക്കും? ഇനി അവരുടെ വേറെ വല്ല എനിമീസ് ആയിരിക്കോ? ആവാൻ ചാൻസ് ഉണ്ട്. ആർക്കറിയാം. കുറച്ച് വൈകിയ അത് ലൂക്കും ഡാനിയല്ല ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായത്. അല്ലാതെ ചുമ്മാതെ ഞാൻ ആ മാച്ചി അങ്ങ് വെറുതെ വിടുമെന്ന് നീയൊക്കെ വിചാരിച്ചോ? അവർ നിരപരാധിയായതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ വെറുതെ വിട്ടത്. അല്ലാതെ ലോറൻസ് പറഞ്ഞുകൊണ്ടൊന്നുമല്ല. സെബാസ്റ്റ്യൻ്റെ സ്വഭാവം അറിയാവല്ലോ. അവന് വേറെ ശത്രുക്കളുണ്ട്. ഇനി അവരിലാരെങ്കിലും ആയിരിക്കാം. സെബാസ്റ്റ്യനെ കൊന്നത് ആരാന്നൊന്നും അങ്കിൾ അന്വേഷിക്കുന്നില്ലേ? അതാരാ ചെയ്തതെന്ന് നമ്മുടെ പിള്ളേരെ വിട്ട് അന്വേഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെട്ടും പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ല. ആരാണെങ്കിലും കൈ കിട്ടിക്കഴിഞ്ഞ് തീർത്ത് കളയും. അങ്കിളെ ഒരു വീഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്കത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ലോജിക്ക് ഇല്ലാത്ത കൂട്ട്. എന്ത് ക്ലിപ്പ്? എന്താ കാണിച്ചേ? നോക്കട്ടെ. What the fuck? But how is this even possible? ആ ടൈം മാച്ച കേരളത്തിലല്ലായിരുന്നു. എൻ്റെ അങ്കിളെ ഒരു ഐഡിയ ഇല്ല എന്തൊക്കെയും നടന്നേന്ന്. ആ ടൈം ഞാനും ഉണ്ടായിരുന്നു കേരളത്തില്, ലോറൻസിന്റെ കൂടെ. മാച്ച ഞങ്ങളുടെ കസ്റ്റഡിയിലും. പക്ഷേ ഇതോ? നാളെ തന്നെ പോയി മാച്ചയെ പറ്റി അന്വേഷിക്കണം. അവനെ പറ്റിയുള്ള ഈ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് അറിഞ്ഞിരിക്കണം. പാസ്റ്റും പ്രസന്റും വിടാതെ അവന്റെ ഫുൾ ഹിസ്റ്ററി എനിക്ക് അറിയണം. ശരി അങ്കിൾ, എല്ലാം കളക്ട് ചെയ്യാം. പിന്നെ ഫെലിക്സേ, നിന്നോടാ, ഇത് പോയി ഇനി സഞ്ജയോടോ ലോറൻസിനോടോ വിളമ്പാൻ നിൽക്കണ്ട. ഇത് തൽക്കാലം ആരും അറിയണ്ട. ശരി അങ്കിൾ, ഞാൻ പറയത്തില്ല.
എന്താ എന്തോ പറയാനുണ്ടെന്ന് തോന്നല്ലോ. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നിന്റെ ഓർഫനേജിൽ വെച്ചുള്ള സ്റ്റേർലിൻ നിന്നെ തിരക്കി വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? നിനക്കൊരു പണിയില്ല എൻ്റെ സ്റ്റേർലിനെ, ചുമ്മാ ഇരുന്ന് ഓരോന്ന് ഓവർ തിങ്ക് ചെയ്ത് കൂട്ടിക്കോളും. നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ആ സ്റ്റെർലിൻ വന്നാ നീ എന്നെ ഇട്ടിട്ട് പോവോ? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നീ എന്ത് സ്റ്റെർലിനാ? യു ആർ മൈ സ്റ്റെർലിൻ ഹു ഐ വാസ് സെർച്ചിങ് ഫോർ. ഇതൊക്കെ ഇപ്പം നിനക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം. മേ ബി ഐ നോ ഈവൻ ഇഫ് ഐ ഡോണ്ട് നോ ദി ഹോൾ സ്റ്റോറി. നീ എല്ലാം അറിയണമെന്നില്ല. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റും ചെയ്തു. നീ അത് മാത്രം ഓർത്താൽ മതി. വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടി നീ നിനക്ക് തന്നെ സ്ട്രെസ് കൊടുക്കല്ല. അപ്പയും അമ്മയും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നീ അവരുടെ മോൻ തന്നെയാണ്, അവര് നിന്റെ പേരൻസും ആണ്. പിന്നെ നിനക്ക് ഞാനില്ലേ? അറിയാം. താങ്ക് യു മച്ച, താങ്ക് യു സോ മച്ച്. നീ ഇതൊക്കെ അറിഞ്ഞെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായ കാര്യമാണ്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി സംസാരിച്ചില്ല എന്നേ ഉള്ളൂ. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിത്തിങ് അബൌട്ട് അവർ പാസ്റ്റ്? എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ഞാനൊരു പ്രോമിസ് നിനക്ക് തന്നിരുന്നു, അപ്പന്മാരെന്നെ കൂട്ടിക്കൊണ്ട് പോയപ്പം നമ്മൾ കണ്ടുമുട്ടുമെന്ന് വലുതായി കഴിയുമ്പം. അത് ഞാൻ പാലിച്ചു. ഞാൻ പാലിച്ചു എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പ്രകൃതി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ കണ്ടുമുട്ടി. ഇനി എന്തൊക്കെ ഉണ്ടായാലും നീ എൻ്റെയാണ്, ഞാൻ നിൻ്റെയും. അത് മാച്ചയല്ലേ? അല്ലെങ്കിൽ മാച്ചയുടെ അപരൻ. ഇന്ന് അവനെ ഞാൻ തൂക്കിയിരിക്കും. നിക്കണം മച്ച അവിടെ. സബാഷ്, തൂക്കി തൂക്കി. നീ ആ പാവം സ്റ്റെർലിനെ അപ്പൊ ചതിക്കുമായിരുന്നല്ലേ? ഏതാടാ ഈ പെണ്ണ്? എന്റെ കയ്യിന്ന് വിടടോ. ഒരു പെണ്ണിന്റെ ശരീരത്തെ അവളുടെ അനുവാദം ഇല്ലാത്തോടല്ലെന്ന് നിനക്കറിയത്തില്ലേ? ഓഹോ, എന്നെ സൗണ്ട് മാറ്റി പറ്റിക്കാന്ന് ഞാൻ വിചാരിച്ചോടാ. നീ കാര്യം അറിയാതാണ് എന്നെ പഠിച്ച. നിനക്ക് ഞാൻ ആരാന്ന് അറിയില്ല ഹരി. മാച്ചയോ? അപ്പൊ ഇതാരാ? ഹലോ എടാ, കഴിഞ്ഞ ആഴ്ച തന്ന ആ വർക്ക് നാളെ ആയിട്ട് സബ്മിറ്റ് ചെയ്യണ്ടേ? അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ വിളിച്ച. നീ എവിടെയാ? എടാ, നീ പെട്ടെന്ന് തിയേറ്റർ റോഡിലോട്ടൊന്ന് വന്നേ. ഞാൻ അവിടെ ഉണ്ട്, പെട്ടെന്ന് വായോ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. പിന്നെ നീ മുങ്ങാനാ പ്ലാനെങ്കിൽ ഞാൻ ഓടിച്ചിട്ട് പിടിക്കും. അല്ലേലും എനിക്ക് മുങ്ങാൻ ഒരു ഉദ്ദേശവും ഇല്ല. നീ ആരാ? വൈ ഡു യു ലുക്ക് ലൈക്ക് മീ? നമുക്കൊരു പാസ്റ്റ് ഉണ്ട്, ആർക്കും അറിയാത്തൊരു പാസ്റ്റ്. ആക്ച്വലി ഐ എം എ ട്വിൻ സിസ്റ്റർ. എനിക്കറിയാത്തൊരു ട്വിൻ സിസ്റ്ററോ? അപ്പൊ ഇതൊരു പെൺകൊച്ചായിരുന്നു. ശരിക്കും എന്തുവാ ഇവിടെ നടക്കുന്നേ? ഏയ്, പാനിക് ആവേണ്ട ആവശ്യമില്ല, ഞാനെല്ലാം പറയാം. എന്താന്ന് വെച്ചാ നീ പറ. കാതറിൻ, അതാണ് നമ്മുടെ അമ്മയുടെ പേര്. അവര് നല്ലൊരു സ്ത്രീയായിരുന്നു. പക്ഷെ നമ്മുടെ അപ്പൻ അത്രയ്ക്ക് വെടുപ്പുള്ള ഒരു മനുഷ്യനല്ലായിരുന്നു. കള്ള്, കഞ്ചാവ്, പെണ്ണുപിടി എല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ അമ്മ ഇതൊക്കെ വൈകി അറിഞ്ഞ് കല്യാണം കഴിഞ്ഞ്. നമ്മളമ്മയുടെ വയറ്റിയായി കഴിഞ്ഞ അമ്മ അങ്ങേരുടെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കിയത്. അയാൾക്ക് പല പെണ്ണുങ്ങളായിട്ട് ബന്ധം ഉണ്ടായിരുന്നു അത്രേ. പക്ഷെ അമ്മ അയാളുടെ ശരിക്കത്തെ സ്വഭാവം എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു. അമ്മ പ്രഗ്നൻ്റ് ആയതുകൊണ്ട്, ട്വിൻ ബേബീസ് ആയതുകൊണ്ട് അമ്മയ്ക്കെന്തോ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഡെലിവറിയുടെ ഇടയിൽ അമ്മ പോയി. നമ്മൾ സേഫായിരുന്നു. അച്ഛൻ്റെ സ്വഭാവം എങ്ങനെയോ അച്ഛമ്മ അറിഞ്ഞു. അയാളുടെ കൂടെ ഒരു പെൺകുഞ്ഞായ ഞാൻ സേഫ് ആയിരിക്കത്തില്ലെന്ന് അച്ഛമ്മയ്ക്ക് തോന്നി. അങ്ങനെ അവരെന്നെ ഒരു നേഴ്സിൻ്റെ കൈ കൊടുത്തു. ആ നേഴ്സാണ് ഞാൻ. എനിക്കന്ന് അവളെ ആർക്കും കൊടുക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ തന്നെ അവളെ വളർത്തി. ഞാൻ കാതറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. എനിക്ക് അവിടെ കാര്യങ്ങളെല്ലാം അറിയായിരുന്നു. ഞാനാണ് മെറിൻ ഇതെല്ലാം പറഞ്ഞു കൊടുത്തത്. ഓഹോ, ഓക്കെ. പക്ഷേ ഈ മെറിൻ? അയ്യോ സോറി, ഞാൻ എൻ്റെ പേര് പറയാൻ mറന്നുപോയി. ഐ ആം മെറിൻ. Haydi 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 herkes kendini kaptırsın. Onlar arkadan avlarlar rar var 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 var. Dedim ki her şey bende var 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 var. പക്ഷെ നിന്നെ കണ്ട ആണായിട്ടേ തോന്നു. അത് ഞാൻ ടോം ബോയ് ആയോണ്ടാ. എനിക്കിങ്ങനെ ബോയ്സിന്റെ കൂട്ട് നടക്കാനാണ് ഇഷ്ടം. ടോം ആൻഡ് ജെറി. വാഴയ്ക്ക. എടോ, എനിക്ക് ഇങ്ങനെ നടക്കാനാണ് ഇഷ്ടം. ദിസ് ഈസ് മൈ സ്റ്റൈൽ. ടോം ബോയ് എന്താണെന്ന് അറിയാതെ ജെൻസി എന്ന് പറഞ്ഞ് നടക്കുക നാണമുണ്ടോ? ഡി നീ കൂടുതൽ കിടന്ന് ഇളകണ്ട, എനിക്കെല്ലാം അറിയാം. ഡ്യൂഡ്, യു ആർ ഗിവിംഗ് മീ എ തന്ത വൈബ്. ഇനി കുറച്ചു നേരത്തേക്ക് അങ്ങോട്ട് മാറിയിരിക്കെ, ഞാൻ എൻ്റെ അനിയനോടൊന്ന് സംസാരിക്കട്ടെ. എന്താ അഹങ്കാരിയാ ഇവള്? ഇവളെയൊക്കെ കെട്ടുന്നവന്റെ തലവിധി, അല്ലാതെന്ത്. ആ പാവ മനുഷ്യൻ എന്ത് പാപം ചെയ്തോ ആവോ.
അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യത്തിന്റെ കിടപ്പ്. മെറിനെങ്ങനെ ഞങ്ങളെയൊക്കെ അറിയാവുന്നേ? മാച്ചെ അറിയാതെ കൊച്ചിലെ ഞാൻ ഓർഫനേജിൽ വന്ന് അവനെ കാണുമായിരുന്നു. നിങ്ങൾ അവനെ അഡോപ്റ്റ് ചെയ്ത് ഇവിടോട്ട്, അതായത് ദുബായിലോട്ട് വന്നതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. നിങ്ങൾ മാച്ച ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞ് അമ്മയ്ക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. എൻ്റെ ഒരു വാശിയായിരുന്നു മാച്ച എൻ്റെ കൺമുന്നിലൊക്കെ തന്നെ വേണമെന്ന്. അവൻ പിന്നെ നിങ്ങളുടെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നോണ്ടാ ഞാനായിട്ടൊരു അപ്രോച്ച് നടത്താഞ്ഞത്. ഇപ്പം മെർലിൻ എന്ത് ചെയ്യുന്നു? ഇവിടെ വന്ന് ഒരു ഗേൾസ് ഉള്ളി മാഫിയ ഗാങ്ങിൻ്റെ കൂടെ കൂടി. അതിനുള്ളിലെ വർക്കൊക്കെ ഫെയർ ആയതുകൊണ്ട് അതെന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ദൈവമേ, ഇവള് ഗുണ്ടയായിരുന്നു. ഇനി അടിച്ചവൻ എന്നോട് പകരം ചോദിക്കുവോ? ഷേ, ഞാൻ എന്തിനാ പേടിക്കുന്നേ? ഞാനൊരു എക്സ് മാഫിയല്ലേ. എന്നാലും ഒരു ചെറിയ പേടി. ഞങ്ങള് വീക്കായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി പോരാടുന്നു. ഫ്രീ ആയിട്ടല്ല, പൈസ മേടിക്കും. നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നൊന്നും പറയുന്നില്ല. എന്തൊക്കെ ആയാലും അതൊക്കെ പാസ്റ്റ്. ഇനി ഈ മാഫിയ പണിയൊക്കെ നിർത്തിയിട്ട് ഞങ്ങളുടെ കൂടെ കൂടിക്കോ. അതെ, മെർലിന് ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ജോബ് ശരിയാക്കാം. നിങ്ങളുടെ ഓഫർ ഞാൻ റിജക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. മെറിൻ, എന്നാൽ നമുക്ക് പോവാം. എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങുക. ഇടയ്ക്കൊക്കെ കാണാം. മെറിന സെബാസ്റ്റ്യനെ കൊന്നത്. ഫെലിക്സ് ഒരു ക്ലിപ്പ് അയച്ചിട്ടുണ്ട്, നിങ്ങളോട് കാണും. അപ്പം മെറിനായിരുന്നു ഇത് ചെയ്തേ. പക്ഷെ എന്തിന്? അവള് നമ്മളെല്ലാരെയും വാച്ച് ചെയ്യുമായിരുന്നു. മാച്ച അപകടത്തിലെന്നറിഞ്ഞപ്പം അവൾ തന്നെ സെബാസ്റ്റ്യനെ തീർത്തു. ഇനി എന്ത് ചെയ്യും? അങ്കിള് അവളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ? മെറിനെ ഒന്ന് ഇവിടുന്ന് മാറ്റി നിർത്തുന്നതായിരിക്കും നല്ലത്. എവിടോട്ട് മാറ്റി നിർത്താനാ? ഒരു പെണ്ണല്ലേ, അവളെ നമുക്ക് എങ്ങും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റില്ല. ആക്ച്വലി മെറിൻ മാഫിയൊക്കെ ആയിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് വുമൺ എന്ന് നമ്മൾ മറക്കുന്നു. ഷീ ഈസ് കേപ്പബിൾ ഓഫ് പ്രൊട്ടക്റ്റിംഗ് ഹെർ സെൽഫ്. ബട്ട് സ്റ്റിൽ അവളുടെ ബ്രദേഴ്സ് എന്ന നിലയ്ക്ക് നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പം നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവളെ സേഫായിട്ട് വെക്കുക, ഒരു റിസ്ക്കും എടുക്കാതെ. അത് നീ പറഞ്ഞ ശരിയാ. എന്നാൽ നമുക്ക് തൽക്കാലത്തേക്ക് അവളെ ഹരിയുടെ അപ്പാർട്ട്മെന്റിലോട്ട് മാറ്റിയാലോ? അതാകുമ്പം അവളവിടെ സേഫ് ആയിരിക്കും. അത്രക്കൊക്കെ വേണോ? ഞാൻ സമാധാനമായിട്ട് ജീവിക്കുന്ന കണ്ടിട്ട് നിനക്ക് സൂഹിക്കുന്നില്ല അല്ലേ? ഒന്ന് പോയാടാ, അവള് വെറും പാവാ. പിന്നെ എന്റെ സഞ്ജയ്, നിന്നോട് ഞാനൊരു സത്യം പറയാം. നിന്റെ ഒരു മൊരട്ട് സ്വഭാവം. ഈ സ്വഭാവം കൊണ്ട് നിനക്ക് പെണ്ണ് കിട്ടത്തില്ല, ഇപ്പോഴേ പറഞ്ഞേക്കാം. നീ ഇനി നിന്റെ ജഡ്ജ്മെന്റൽ ബിഹേവിയർ മാറ്റിയില്ലെങ്കിൽ പൊന്നു മന നിനക്ക് പെണ്ണ് കിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. എടാ എന്തുവാടാ, നീ പറഞ്ഞ സത്യമാണെങ്കിൽ ഒരു മയത്തിലൊക്കെ പറ, എനിക്ക് ഹേർട്ടാവുന്നു. രണ്ടും ഇതൊന്ന് നിർത്തിയിട്ട് ഒരു തീരുമാനം എടുക്ക്. ബി സീരിയസ് മാൻ. എൻ്റെ പൊന്നു മക്കളെ, ഇത് നടക്കൂല താമസിക്കാൻ. അതും ഈ വഴക്കത്തലേൻ്റെ കൂടെ. ആ അങ്കിളിന്റെ ടീം വന്നെന്നെ വെടിവെച്ച് കൊന്നാലും സാരമില്ല, ഇവന്റെ കൂടെ ഞാൻ പോവൂല. അല്ലേ, അത് കൊള്ളാലോ. എനിക്ക് പിന്നെ നിന്റെ കൂടെ പുറക്കാനങ്ങ് മുട്ടി നിൽക്കുവല്ലേ. എന്തുവാടേ ഇത്? നേരിട്ട് കണ്ടാ തുടങ്ങുമല്ലോ രണ്ടും കൂടെ അടി. ഇവന്റെ വായ അടച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് പിന്നെ യഥാസമയം തുറന്നിരിക്കുവാണല്ലോ, റേഡിയോ പോലെ ചല പറഞ്ഞോണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാനില്ല കേട്ടോ. നിങ്ങൾ ഇനി എന്താന്ന് വെച്ചാൽ ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിക്കോ. ഞാൻ പോവാ. പെണ്ണാണ് പോലും പെണ്ണ്. ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? എന്റെ പൊന്നു മെറിന്, നിങ്ങൾ രണ്ടുപേരും കോപ്പറേറ്റ് ചെയ്താലേ നിന്നെ സേഫ് ആക്കാൻ പറ്റത്തുള്ളൂ. കോപ്പറേറ്റ് ചെയ്യാൻ അവളും കൂടെ വിചാരിക്കണം. ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കൂല ഒന്നും. താനല്ലേ കുറച്ചു മുന്നേ പോവാന്ന് പറഞ്ഞു പോയത്? അങ്ങനെ പോവാൻ ഞാൻ കണ്ണിച്ചോരയില്ലാത്തവനല്ല. അച്ചോടാ, പിന്നെ ഞങ്ങളുടെ ഒക്കെ കണ്ണില് ചോരയല്ലല്ലോ, സ്പ്രൈറ്റ് അല്ലേ. നീ കൊറേ നേരം കൊണ്ട് എന്റെ ക്ഷമ പരീക്ഷിക്കുക. നീ എന്തുവാ എന്നെ പേടിപ്പിക്കാൻ നോക്കുവാണോ? ഒന്നും കൂടെ ദേഷ്യപ്പെട്ടെ, ഞാൻ വേണമെങ്കിൽ അഭിനയിച്ച് കാണിച്ചു തരാം പേടിക്കുന്നതായിട്ട്. രണ്ടും ഒന്ന് നിർത്തുവോ? ഇതൊക്കെ ഒന്ന് നിർത്തിയിട്ടൊന്ന് സീരിയസ് ആയിക്കേ. ശരി, നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഈ വാഴക്കത്തലേന്റെ കൂടെ പോയി ഞാൻ കുറച്ച് ദിവസം സ്റ്റേ ചെയ്യണം, അതല്ലേ? ശരി എന്നാ. വഴക്കത്തല്ലേ നിന്റെ മറ്റവൻ? എന്റെ മറ്റവൻ നീ ആയി കഴിഞ്ഞാൽ കറക്റ്റ് ആകും ഇല്ലേ? പെണ്ണ് കിട്ടാതെ ചത്താലും സാരമില്ലടി, നിന്നെ ഞാൻ പ്രേമിക്കൂല. ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ തന്നെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നവർ ഒരുമിച്ച് ജീവിച്ചുള്ള അവസ്ഥ. എന്റെ ദൈവം, എനിക്ക് ഓർക്കാൻ കൂടി വയ്യേ. രണ്ടും തല്ലി ചാവാതിരുന്നാ മതിയായിരുന്നു. അതിലെനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. ഇത്രയും ദിവസമായിട്ട് ആ മാച്ചയുടെ ഡീറ്റെയിൽസ് ആർക്കും കളക്ട് ചെയ്യാൻ പറ്റിയില്ലേ? അങ്ങളെ ഫുൾ കളക്ട് ചെയ്തിട്ടുണ്ട്. സെബാസ്റ്റ്യനെ കൊന്നത് ആരാന്ന് ഇപ്പൊ ക്ലിയർ ആയിട്ടും ഉണ്ട്. ആണോ? എന്നാ പറ, എന്താന്ന് സംഭവിച്ചത്? കാതറിന്റെയും തോമസ് കുര്യന്റെയും മോനാണ് മാച്ച. കാതറിൻ ആൻഡ് തോമസ് കുര്യനോ? അതെ അങ്കളെ. പിന്നെ ഒരു ട്വിസ്റ്റും കൂടെ ഉണ്ട്. മാച്ചയ്ക്ക് ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട്. അവളുടെ പേര് മെറിൻ എന്നാ. ഈ മെറിനെയാണ് നമ്മൾ ആ വീഡിയോയിൽ കണ്ടത്. പിന്നെ അവരുടെ അമ്മ ഇവരെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് മരിച്ചുപോയി. അവരുടെ അച്ഛൻ അത്രയ്ക്ക് നല്ല സ്വഭാവമുള്ള മനുഷ്യനല്ല അത്ര. ഈ പറയുന്ന കാതറിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞും ഇങ്ങർക്ക് പല പെണ്ണുങ്ങളായിട്ട് ബന്ധം ഉണ്ടായിരുന്നു അത്രേ. അങ്ങേരെ ഒരു മുഴു കുടിയനുമായിരുന്നു എന്ന്. ഇവരുടെ അച്ഛമ്മ ഈ മെറിനെ ഏതോ ഒരു നേഴ്സിന്റെ കൊടുത്തു അത്രേ, ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ.
അവരുടെ മോന്റെ കൂടെ ഈ പെൺകുഞ്ഞ് സേഫ് ആയിരിക്കത്തില്ലെന്ന് അവർക്ക് തോന്നിക്കാണും. മാച്ചി അവരുടെ വീട്ടിൽ തന്നെ കൊണ്ടുപോകാനാ അവര് തീരുമാനിച്ചത്. പക്ഷെ പിന്നെ ഇപ്പൊ മനസ്സ് മാറി ഓർഫനേജിൽ കൊണ്ടാക്കി അവനെ. ഇതൊക്കെയാണ് ഞാൻ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻസ്. ഇനി ആ മെറിനെ കണ്ടുപിടിക്കാനുള്ള എല്ലാം ചെയ്യട്ടെ അങ്കിളെ. ഇവരുടെ പേരൻസിന്റെ ഫോട്ടോ എല്ലാം കിട്ടിയോ? കാതറിന്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. പക്ഷെ തോമസ് കുര്യന്റെ ഒന്നും പ്രത്യേകിച്ച് വിവരമില്ല. അയാളൊരു ആൽക്കഹോൾ അഡിക്റ്റ് ആയിരുന്നു. എന്തോ അസുഖം വന്ന് മരിച്ചു എന്നാ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അങ്ങേര് മരിച്ചതിന്റെ പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്നും കിട്ടിയില്ല. പിന്നെ കുറച്ച് റൂമേഴ്സ് ഉണ്ട്. ഇയാള് ജീവനോടുണ്ട്, എങ്ങോട്ടോ നാട് വിട്ടതാന്ന്. അതും ഒറ്റയ്ക്കല്ല, ഇങ്ങരുടെ ഏതോ ഒരു സെറ്റപ്പിലെ പെണ്ണുമായിട്ട് പോയെന്നാ കേട്ടത്. ഇതേണ്ട അങ്കിൾ, ഇതാണ് കാതറിന്റെ ഫോട്ടോ. അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ. ഇനി എന്താ അങ്കിളെ ചെയ്യണ്ടേ? ആ മെറിനെ പിടിക്കാനുള്ള വഴി നോക്കട്ടെ? വേണ്ട ജസ്റ്റിനെ, അത് വിട്ടേരെ. നീ പോയി ആ ജോൺസന്റെ ഇഷ്യൂ ക്ലിയർ ആക്കാൻ നോക്ക്. അതെന്ത് വർത്തമാനം അങ്കിളെ? സെബാസ്റ്റിനെ കൊന്നവരെ വെറുതെ വിടാനാണോ നിങ്ങൾ ഈ പറയുന്നേ? അതെ, മെറിനെ വെറുതെ വിടാൻ പോവാ. അതിന് എന്റേതായ കുറെ കാരണങ്ങളുണ്ട്. ഞാൻ പറയും, നീ കേക്കും. മനസ്സിലായോ? മനസ്സിലായി അങ്കിളെ. ആ, എന്നാ നീ പോയി ആ ജോൺസന്റെ കാര്യം ഡീൽ ചെയ്യാൻ നോക്ക്. ചെല്ല്. ശരി. ഞാൻ ചെയ്തതെല്ലാം തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായതാ. ഞാൻ മാറാനും ശ്രമിച്ചതാ. പക്ഷേ വൈകിപ്പോയി ഒത്തിരി. എല്ലാരും പറഞ്ഞു ശരിയാ, ഞാനൊരു കള്ളുപിടിയനും പെണ്ണുപിടിയനും ഒക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ ഒരു പെണ്ണിനെ ഫോഴ്സ് ചെയ്തിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സമ്മതത്തോടു കൂടിയാണ്. കാതറിൻ എൻ്റെ കുഞ്ഞുങ്ങളുമായി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പം തൊട്ടേ ഞാൻ മാറി. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എന്നെ വിശ്വാസമല്ലായിരുന്നു. അവര് എൻ്റെ കുഞ്ഞുങ്ങളെ എന്നിൽ നിന്ന് അകറ്റി. ഒരു കണക്കിന് അവരങ്ങനെ ചെയ്തത് നന്നായി. മാച്ചേമേറിനെയും ഞാൻ അർഹിക്കുന്നില്ല. ഇത് ഞാൻ ആരോടും പറയല്ല. ഇത് അവരറിയേണ്ട ആവശ്യവുമില്ല. അവര് രണ്ടുപേരും ഇപ്പൊ ഹാപ്പിയാണ്. അത് മതി. ഐഷ്, എന്ത് പറ്റി? പിണക്കവാ? നിന്നോട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ വന്നോടി? നീ എന്നോട് മിണ്ടണ്ട, പൊക്കോ. അയ്യേ, അരിമോൻ പിണക്കവാ? അരിയല്ല, പയറ്. എന്റെ മുന്നിന് പൊക്കോണ നീ. എന്റെ മുന്നിൽ കണ്ടുപോയല്ലോ നിന്നെ. എന്താണ് ഹരി ഇത്? റോളൊക്കെ കിട്ടുമ്പം അതാ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ്ങ് എടുക്കണ്ടേ? നീ പോടി. നിന്നോട് മിണ്ടണ്ടല്ലേ പറഞ്ഞ? ഞാൻ മിണ്ടും. എന്റെ ചെക്കനോട് പിന്നെ ഞാനല്ലാതെ വേറെ ആരും മിണ്ടാൻ? നിന്റെ ചെക്കനോ? ഏത് വകയില്? നിന്റെ കുഞ്ഞമ്മയുടെ വകയില്. ആന്റി റൊമാൻറ്റിക് ഫെല്ലോ. ഏത് ഗതികെട്ട നേരത്താണോ ഇവനോടൊക്കെ ക്രഷ് തോന്നിയത്? ആ, തുടങ്ങിക്ക പിന്നെ എന്നെ ട്രോളാൻ. ഏത് പെണ്ണാടി സ്വന്തം ക്രഷിനെ ഇങ്ങനെ ഇട്ട് ട്രോളുന്നേ? ഇതാണ് എന്റെ ലവ് ലാംഗ്വേജ് കുട്ടാ. ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നേ. ഞാനിങ്ങനെ. എന്റെ പൊന്നോ, വല്ലാത്ത ജാതി സ്നേഹം പ്രകടിപ്പിക്കല് തന്നെ. നീ ഇതാദ്യം പറ, നിനക്ക് എന്നെ ഇഷ്ടമാണോ അതോ അല്ലയോ? നിന്നെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് നിന്റെ വായിലിരിക്കുന്നതും കേട്ട് ഞാൻ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പം എന്നെ ഇഷ്ടമാണ്. ആ, പറ്റിപ്പോയി. ആർക്കാ ഒരു അബദ്ധം പറ്റാത്ത? സോ സാഡ്. ഇനി ഈ അബദ്ധത്തിന് ഒരു മോചനം ഇല്ല കുട്ടാ. അല്ലേലും ഈ അബദ്ധത്തിൽ നിന്ന് എനിക്കൊരു മോചനം വേണ്ട. ക്രിഞ്ചാണെങ്കിലും കുഴപ്പമില്ല കേക്കാൻ. പ്രേമോന്ന് പറയുന്നത് ക്രിഞ്ചാണല്ലോ എന്നും പറഞ്ഞ് ഈ മാതിരി സാധനം കൊണ്ട് ഇനി വന്നേക്കല്ലോ എന്റെ അടുത്തോട്ട്. ഞാൻ വരും, നീ സഹിക്കുകയും ചെയ്യും. മനസ്സിലായോ? ഞാൻ സഹിക്കാം. സഹിക്കണമല്ലോ. സഹിച്ചല്ലേ പറ്റൂ. ഇനി ഇല്ല, അവള് പ്രപ്പോസ് ചെയ്യാൻ പോവാന്നൊക്കെ ആണല്ലോ പറഞ്ഞത്. എന്നിട്ട് എന്തായോ ആവോ? എന്താവൻ? രണ്ടും കൂടെ അടിയായി കാണും. ആ, അതെന്തെങ്കിലും ആട്ടെ, നമുക്ക് നമ്മുടെ ജീവിതം നോക്കാം. ഓ, ആയിക്കോട്ടെ സാർ. ബൈ ദ വേ, മാച്ചു, നീ ഉറങ്ങാൻ പോവാണോ? അല്ലടാ, പാതിരാത്രി 12 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് തിരുവാതിര കളിക്കാം. മര്യാദക്ക് അങ്ങോട്ട് നീങ്ങിക്കിടന്ന് ഉറങ്ങിക്കോണം. ചേച്ചിയുടെ അതേ കോണം തന്നെ. എന്നെ ഇവിടെ ചവിട്ടി പുറത്താക്കുന്നതിന് മുന്നേ കിടന്ന് ഉറങ്ങാം. എന്ത് വിദ്യായത്? என்ன தக்கிட்டி கைட்டி மாட்டிட்டி பட்டுமா